ഗൾഫിലുള്ള മലയാളികളുടെ അതുപോലെ ഇന്ത്യക്കാരുടെ പണം നാട്ടിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പല സാമ്പത്തിക സ്രോതസ്സുകളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പലപ്പോഴും പറയാറുള്ളത്. ശരാശരി ഒരു വർഷത്തിൽ എത്ര പണം ഈ ഗൾഫ് മേഖലയിൽ നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണ്യ എന്ന നിലയ്ക്ക് എത്തുന്നുണ്ട്? അത് ശരിയായ കണക്ക് ഇപ്പോഴും റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പലരും ഇപ്പോൾ പറഞ്ഞ പോലെ പലരും പല കണക്കുകൾ പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ അതിലൊരു കമന്റ്സ് പറയാൻ തയ്യാറല്ല. കാരണം അത് വേറൊരു ഫിഗറായിട്ട് മാറും. എന്തായാലും വളരെ സന്തോഷം ഈ പ്രവാസ ചിന്തകളിൽ പങ്കെടുത്ത്. ഇത്രയും ദീർഘനാളത്തെ ഒരു സേവന പരിചയമുണ്ട്. ആ മേഖലയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കിടാൻ സന്മനസ് കാണിച്ചതിൽ നന്ദി പറയുക. വളരെ സന്തോഷം. Fine Fair Garments, 100% cotton fashion garments at factory price. Fine Fair Garments, Ajman, UAE. നാവിൻ തുമ്പിലെ മലയാളി രുചിഭേദം ഗഫൂർ കാസ് തട്ടുകട ഇസേസ്. ടെലിഫോൺ 0426324223 05036751199. നേരത്തെ നാട്ടിലും ഇപ്പോൾ ഗൾഫിലും മലയാള മാധ്യമരംഗത്ത് ശക്തമായ സാന്നിധ്യം തെളിയിച്ച ഒരു പത്രപ്രവർത്തകനാണ് പ്രവാസ ചിന്തകളുമായി ഇനി നമ്മോടൊപ്പം ശ്രീ MCA നാസർ. ഗൾഫ് മാധ്യമത്തിന്റെ ബ്യൂറോ ചീഫായ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കിടാം. പ്രവാസ ചിന്തകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗൾഫിലെ മലയാള മാധ്യമങ്ങളുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. അങ്ങയുടെ ഈ പ്രവാസ ഭൂമിയിലെ പത്രപ്രവർത്തന അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കാര്യത്തെ എങ്ങനെ വിശകലനം ചെയ്യാം? തുടക്കം മുതൽ തന്നെ അലിഗഡിൽ പഠനം പൂർത്തീകരിച്ചു. ഡൽഹിയിലായിരുന്നു പത്രപ്രവർത്തനം തുടങ്ങിയത്. ഒരു 8 വർഷത്തോളം തലസ്ഥാന നഗരിയിലെ പത്രപ്രവർത്തനത്തിൽ നിന്ന് വളരെ ഭിന്നമായ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, അതല്ല ഒരു പത്രപ്രവർത്തകൻ ഒരു സജീവമായിട്ടുള്ള ഒരു മൂന്നാം കണ്ണോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഏതൊരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് സമ്പന്നമായിട്ടുള്ള ഒരു മേഖലയാണ്. ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളായാലും മേഖലയിലെ അധിനിവേശം മൂലം രൂപപ്പെടുന്ന പ്രശ്നങ്ങളായാലും ഇത് പിന്നെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇതിന്റെ തുടിപ്പുകളും ഇതിന്റെ തീവ്രതയും ഈ സംഘർഷങ്ങളുടെ അന്തരീക്ഷവും മലയാളി വായനക്കാർക്ക് പകർന്നു കൊടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഇനിയും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പത്രങ്ങൾക്ക് മാത്രമാണ് ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ആ പത്രങ്ങളാകട്ടെ നാട്ടിൽ നിന്നുള്ള പത്രങ്ങളുടെ അതേ പകർപ്പുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പല പത്രങ്ങളും ഇവിടെ നിന്ന് എഡിഷനുകൾ തുടങ്ങി. അതുപോലെ റേഡിയോ ടെലിവിഷൻ മാധ്യമങ്ങൾ ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ മാധ്യമ ചക്രവാളം തന്നെ ഒരുപാട് വികസിതമായി. അതൊരു പ്രധാന ഘടകമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം പിന്നെ മുമ്പുള്ള അവസ്ഥമായില്ല. മുമ്പ് കത്തുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഗൾഫ് സമൂഹമൊക്കെ ഇപ്പം പിന്നെ പിന്നെ ഏതോ ഒരു നൊസ്റ്റാൾജിയ മാതിരിയാണ് ആളുകൾ ഇപ്പൊ അതിനൊക്കെ അനുഭവിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ചില 2-3 ദിവസം കഴിഞ്ഞു വരുന്ന പത്രങ്ങൾക്ക് പോലും ആർത്തിയോടെ കാത്തിരുന്ന സമൂഹമൊക്കെ മാറുകയും ഇപ്പം ഇതേ സ്ഥലത്ത് തന്നെ നാട്ടിൽ ഉള്ളതിനേക്കാളും വേഗത്തിൽ ഒരു 3 മണി 4 മണി വെളുപ്പിനൊക്കെ പത്രം പിന്നെ അവൈലബിൾ ആവുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ചാനലുകളിലൂടെ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പ്രത്യേകിച്ച് ഗൾഫിന് വേണ്ടി പ്രത്യേക റിപ്പോർട്ടുകൾ നിരന്തരമായി ചാനലുകളും റേഡിയോകളും ഒക്കെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ വാർത്തകൾ എന്നത് പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന സ്പന്ദനങ്ങൾ അതേ പിന്നെ സ്വഭാവത്തിൽ അതേ രൂപത്തിൽ കിട്ടുന്നൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മാറ്റം വളരെ ആഹ്ലാദകരമാണ്. പക്ഷേ ആരോഗ്യകരമായിട്ട് ഈ മാറ്റത്തെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന ദേശീയ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലുള്ള ആളുകൾ ഗൾഫിലെ പ്രവാസി സമൂഹത്തെ നോക്കിക്കാണുന്നതിലും അതുപോലെ അവരുടെ പ്രശ്നങ്ങളെ മുൻഗണനാക്രമം ചിട്ടപ്പെടുത്തുന്നതിലും ഒക്കെ വലിയ അപാകതകൾ സംഭവിക്കാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് പ്രവാസികളുടെ വലിയ ഒരളവോളമുള്ള
പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം ഇവിടുത്തെ ഭരണകൂടങ്ങളിൽ അതിന്റെ നിർണായക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായുള്ള നിരന്തര സമ്പർക്കവും അവരുടെ പ്രശ്നങ്ങൾ അവരെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് പരിഹാരം തേടുന്നതിലും നമ്മുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. തീർച്ചയായിട്ടും. കാരണം പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഈ നയതന്ത്ര ബന്ധം എന്ന ആ വരണ്ട ഒരു രീതിക്കപ്പുറത്ത് പിന്നെ സാംസ്കാരികമായിട്ടുള്ള സംവാദം നടക്കുന്നില്ല. അത് ഏറ്റവും കൂടുതൽ അതിന് പങ്കുവഹിക്കാൻ സാധിക്കുക പിന്നെ നേരത്തെ തന്നെ പിന്നെ പ്രവാസം പൂർത്തീകരിച്ച പ്രമുഖരായ ആളുകൾക്കായിരുന്നു. പക്ഷെ അവർ പോലും തങ്ങളുടെ ഒരു സ്ഥാപന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരിപാടികളിലേക്ക് ഇത്തരം വ്യക്തികളെ ക്ഷണിക്കുക എന്നതിനപ്പുറം ഒരു സാംസ്കാരികമായിട്ടുള്ള കൊള്ളക്കൊടുക്കുകൾ നടക്കാതെ അവർ പിന്നെ ഇവിടെ വരുന്നു, ഇവിടെ പിന്നെ അവരുടേതായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നു, സമ്പത്ത് വാങ്ങിക്കൂട്ടുന്നു, കൂടുതൽ കടകൾ തുറക്കുന്നു, അല്ലെങ്കിൽ അതിലപ്പുറത്ത് ഒരു സാംസ്കാരിക സംവാദം നടക്കപ്പെടുന്നില്ല. ആ സാംസ്കാരിക സംവാദത്തിന് ഈ പ്രവാസി സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആ പ്രവാസി സമൂഹം നടത്തുന്ന ഈ സാംസ്കാരിക സംവാദം പിന്നെ അതിന് കുറെ കൂടി പിന്നെ ഒരു വ്യക്തമായ തലം കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. ആ രണ്ട് ദ്വിമുഖമായിട്ടുള്ള ഒരു പ്രക്രിയ നടക്കാതെ പോകുന്നതിന്റെ ദുരന്തം പിന്നെ അതിന്റെ സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് പിന്നെ പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധങ്ങളെയും അതിന് ഔപചാരികമായ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു വൈകാരികമായ ബന്ധം രൂപപ്പെടുത്തുന്നതിനും അത് തടസ്സമായിട്ടുണ്ട്. അത് മറികടക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രവാസി സമൂഹവും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആശ്രിതരും അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്വദേശത്തെ സമൂഹവും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി വലിയ അകലങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളിന്മേലുള്ള ഇടപെടലും ആശയവിനിമയമൊക്കെ പരിമിതപ്പെടുന്നുണ്ട്. ഇത് പലപ്പോഴും ഗൾഫുകാരന്റെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തെ ചൂഷണം ചെയ്യുന്നതിനുള്ള പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങ് തന്നെ എടുത്തുയർത്തിയ പ്രശ്നങ്ങൾ ആട്, തേക്ക്, മാഞ്ചിയം ഒക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ നാട്ടിൽ പല മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവാസിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പല സംവിധാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിൽ ഈ അകലം പലപ്പോഴും പ്രവാസിക്ക് ഒരു പ്രശ്നവുമാകുന്നുണ്ട്. ഇവിടെയും മാധ്യമങ്ങൾക്ക് ചില ദൗത്യങ്ങളില്ല. തീർച്ചയായിട്ടും ഈ ദൗത്യങ്ങൾ പിന്നെ അത് തിരിച്ചറിയണമെങ്കിൽ പിന്നെ തങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് കൂടി ഈ മാധ്യമ പ്രവർത്തകർ പിന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ആരുടെ പക്ഷത്ത് എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം പിന്നെ ഇല്ലായിരുന്നെങ്കിൽ ഈ ആഡംബരവും ഈ സൗകര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ചിഹ്നങ്ങളിലേക്കും പിന്നെ ഒരു അഭിരമിക്കുന്ന ഒരവസ്ഥ ഒരു മാധ്യമപ്രവർത്തനം വന്നാൽ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ അവന്റെ പക്ഷം വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ സൗകര്യങ്ങളും ഈ സംവിധാനങ്ങളും ഈ പ്രതീകങ്ങളും മാത്രമായിരിക്കും. അതെല്ലാം പിന്നെ തന്റെ പക്ഷം എന്നത് ഈ പാർശ്വവൽക്കൃത സമൂഹങ്ങളാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹമാണ് എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിലപാട് വരും. പിന്നെ തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് മാധ്യമ പ്രവർത്തകൻ പക്ഷപാതിയായിരിക്കണം, സാധാരണ നിഷ്പക്ഷനായിരിക്കണം എന്ന ഒരു സൗന്ദര്യവൽകൃതമായ ഒരു നിർവചനമാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അങ്ങ് പറയുന്നത് പക്ഷപാതിയായിരിക്കും. തീർച്ചയായിട്ടും ഇത് പിന്നെ കൃത്യമായിട്ടുള്ള പക്ഷം ഉണ്ടാകേണ്ടതുണ്ട്. അത് നിഷ്പക്ഷത എന്നതൊരു കപട നാട്യം തന്നെയാണ്. കാരണം അത് എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തുന്ന സംഭവമാണ്. അതിലൂടെ ഒരിക്കലും തന്നെ പിന്നെ ദൗത്യം നിർവഹിക്കപ്പെടുന്നില്ല. അതുമാത്രമല്ല ഈ വേട്ടയും ഇരയും എന്നുള്ള സംഭവം വരുമ്പോൾ ആ വേട്ടക്കാരന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച് പിന്നെ സൗകര്യങ്ങളിൽ അത് വരുമ്പോൾ കൂടുതൽ സേഫാണ് കാര്യങ്ങൾ. നമ്മുടെ കാര്യങ്ങൾ നടക്കും, പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ഇരയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാത്തിടത്തോളം കാലം ആരാണ് ഇര എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ആ ഇരയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇരയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഞാൻ പ്രദാനം ചെയ്യുന്ന പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും അത് ഇരയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് പിന്നെ എല്ലാ അർത്ഥത്തിലും അതിനുള്ള ഒരു ധീരത നമുക്കില്ല. അല്ല, അതാണ് അത് നിലനിർത്തണമെങ്കിൽ നാം എവിടെ നിൽക്കുന്നു എന്നും നമ്മുടെ ദൗത്യം എന്ത് എന്നും ഓരോരുത്തരും ഓരോ മാധ്യമ പ്രവർത്തനം തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയുന്നില്ല എങ്കിൽ പിന്നെ പണ്ട് AKG പറഞ്ഞതുപോലെ പിന്നെ ഏതൊരു വിപ്ലവകാരിയെയും പാർലമെന്റിൽ കൊണ്ടുവിട്ടാൽ ഒരു 10 ദിവസം കൊണ്ട് അവൻ ഒരു പരുവത്തിലായിക്കൊള്ളും എന്ന് അന്ന് AKG പറഞ്ഞത്. ഒരുപ്പെട്ട എല്ലാ വിപ്ലവകാരികളുടെയും ചരിത്രം എടുത്താൽ നമുക്കറിയാം. കാരണം ഈ സൗകര്യങ്ങളും സമ്പന്നതയും ആണ് സംഭവം എന്ന് കണ്ടാൽ പിന്നെ എല്ലാ വിപ്ലവവും അതോടുകൂടി അവസാനിക്കും. ഗൾഫിൽ അതിന്റെ കെണികൾ കൂടുതലാണ്. ആ കെണികൾ തിരിച്ചറിയുക എന്നതാണ് പിന്നെ മാധ്യമ പ്രവർത്തകരുടെ ദൗത്യം. അത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അവൻ ഒരു പക്ഷേ പിന്നെ ജീവിതത്തിൽ വിജയിച്ചേക്കാം. പക്ഷെ ഒരു നിലപാട് എന്ന നിലക്ക് അവനൊരു വലിയ പരാജയമായിരിക്കും. അതൊരു സമൂഹത്തോട് ചെയ്യുന്ന അപരാധം കൂടിയായിരിക്കും. താങ്കൾ എന്നാവും ഒരു ഈസി ചെയർ ജേർണലിസ്റ്റ് ആവുക? ഏത് നിമിഷവും. കാരണം അത്രയും പിന്നെ പ്രലോഭനങ്ങളുടെ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ ഒരു നിമിഷം അല്ലെങ്കിൽ അതൊരു നിമിഷാർദ്ധത്തിൽ പോലും അതിലേക്ക് വരും. അങ്ങനെ വരുന്നതോടുകൂടി ജേർണലിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു മരണമായിരിക്കും അത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ ആവാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ
പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിനൊരു നാവ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങയുടെ പ്രവർത്തന മേഖലയിൽ എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. ഈ പ്രവാസ ചിന്തകൾ പങ്കുവച്ചതിന് നന്ദി. വളരെ സന്തോഷം.